ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ചായയോ ഒക്കെ ആയിട്ടായിരിക്കും അല്ലേ. അത് ശീലിച്ചു പോയവർക്ക് ഒരു ദിവസം ഒരു ഗ്ലാസ് ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു വിമിഷ്ടമായിരിക്കും. അന്നത്തെ ദിവസം ഭയങ്കര തലവേദനയോ അല്ലെങ്കിൽ എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എന്തായാലും ഞാനിപ്പം നമ്മൾ റെഗുലറായിട്ട് കുടിക്കുന്ന ഒരു ചായ അല്ല ഇന്നുണ്ടാക്കുന്നത്. സ്പെഷ്യലായിട്ടുള്ള ഒരു ചായ, തലവേദന ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മൂഡൗട്ടായിട്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചാൽ നമ്മുടെ തലവേദനയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പം ഈ മസാല ചായ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവാം, എങ്കിലും നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് മസാല ചായ ഉണ്ടാക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിനുള്ള മസാലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 3 ഗ്രാമ്പു ചെറുതായതുകൊണ്ടാണ് എടുത്തത്. വലുതാണെങ്കിൽ നമുക്ക് 2 എണ്ണം മതിയാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ 3 ഏലക്കായും വലുതാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട. നമുക്ക് ഇഞ്ചിയൊക്കെ നമ്മൾ ഡെയിലി കുടിക്കുന്ന ചായയിൽ ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിനി ചെയ്യേണ്ടത് ഈ മസാലകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ മസാലയെല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പൊടിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്, ചതച്ചാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ചായ തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുക്കുക. നമുക്ക് 2 ഗ്ലാസ് ചായക്ക് 1 ഗ്ലാസ് പാല് 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമുക്ക് എടുത്താൽ മതിയാകും. അതാവും നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ നമുക്ക് കിട്ടും. ഇനി പാല് കൂടുതൽ വേണ്ടവർ പാല് കൂടുതൽ ഒഴിക്കുക, അല്ലെങ്കിൽ പാല് ഒട്ടും ഇഷ്ടമില്ലാത്തവർ അതനുസരിച്ച് കുറച്ചെടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ കുടിക്കുന്ന ചായ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എടുക്കാം. പക്ഷെ ഞാനിപ്പം നമ്മൾ സാധാരണ 1 ഗ്ലാസ്സാണ് എടുക്കേണ്ടതെങ്കിൽ ഞാനിതിൽ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ മസാലയൊക്കെ ഇട്ട് 2 മിനിറ്റ് നമുക്ക് മസാലയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇഞ്ചിയും ഗ്രാമ്പും ഒക്കെ വെള്ളത്തിലോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേയില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കടുപ്പമുള്ള തേയിലയാണ്. അപ്പോൾ കടുപ്പം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ കൂടുതൽ വേണ്ടവർ കട്ടി ചായയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ 1.5 ഗ്ലാസും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. നമുക്കിനി തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് വാങ്ങാം. നമ്മുടെ ചായ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മധുരം കൂടുതൽ ഇടുക. ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. അപ്പം മസാല ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് ഉണ്ടാക്കി കുടിച്ച് നോക്കുക. നമ്മൾ ഡെയിലി കുടിക്കേണ്ട, വല്ലപ്പോഴും ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഗസ്റ്റും എല്ലാം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നല്ല തലവേദനയായിട്ട് ഇരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ 1 ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതിലും കൂടുതൽ നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു. ബൈ.